Good evening. So, last day 23 subsection 3 partly let out and partly self-occupied were discussed here. No? Then next one. Section 23 subsection 4 deemed to be let out property. Deemed to be let out property. So deemed to be let out property എങ്ങനെയാണ് വരുന്നത്? ഒരു അസസിക്ക് അയാളുടെ ഓണർഷിപ്പിലുള്ള സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ് രണ്ടിൽ കൂടുതലാവുകയാണെങ്കിൽ രണ്ട് പ്രോപ്പർട്ടി വരെ നമുക്ക് എന്തായിട്ട് എടുക്കാം? സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് എടുക്കാം. റിമൈനിങ് പ്രോപ്പർട്ടീസ് സോ രണ്ടിന്റെ മുകളിലോട്ട് വരുന്ന സോ രണ്ടെണ്ണം ഏതാണെന്നുള്ളത് അസസിയുടെ ഡിസിഷൻ ആണ്. സോ നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നതിനെ ദെൻ രണ്ടിന് മുകളിലുള്ളത് എന്തായിരിക്കും? ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. സോ അതിന്റെ ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ എന്താണ്? 24 എന്തൊക്കെ ഡിഡക്ഷൻ കിട്ടുന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മുനിസിപ്പൽ വാല്യൂ ആൻഡ് ഫെയർ റെന്റ് കമ്പയർ ചെയ്തിട്ട് ഇതിലേതായിരിക്കും എടുക്കുക? ഹയർ വിൽ ബി കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് റെന്റ്. സോ ഇതില് ലോവർ എന്തായിട്ട് എടുക്കും? എക്സ്പെക്റ്റഡ് റെന്റ്. Lower will be treated as expected rent. Then ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, deemed to be let out property ആക്ച്വലി എന്തെങ്കിലും റെന്റ് റിസീവ് ചെയ്യുന്നുണ്ടോ? സോ ഇറ്റ് ഈസ് എ ഡീമിംഗ് പ്രൊവിഷൻ. ആക്ച്വലി നമുക്ക് എന്ത് കിട്ടുന്നില്ല? ഒരു റെന്റും റിസീവ് ചെയ്യുന്നില്ല. ആക്ച്വൽ റെന്റ് ഉണ്ടോ ഇവിടെ? ഇല്ല. സോ നമ്മൾ എന്തെടുക്കും? therefore ആക്ച്വൽ റെന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എന്ത് തന്നെ എടുക്കും? ഈ എക്സ്പെക്റ്റഡ് റെന്റ് വിൽ ബി ട്രീറ്റഡ് ആസ് gross annual value. Okay. Then ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കാം? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടാനായിട്ട് പ്ലസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണർ അല്ലെങ്കിൽ അസസി. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂ. സോ ഇതില് എന്താണ്? ലെസ് a deduction under section 24. Deduction under section 24. എന്തൊക്കെ കിട്ടും? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? 30% of net annual value. 30% of net annual value. Clause B എന്താണ്? Interest on borrowed capital. So borrow ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? എന്തിനൊക്കെ വേണ്ടിയാണെങ്കിലാണ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഇവിടെ അലോവബിൾ ആകുന്നത്? ഹൗസ് പ്രോപ്പർട്ടി വാങ്ങാനോ ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാനോ പിന്നെ എന്തിനൊക്കെയാണ്? റിപ്പയർസ് മെയിൻ്റെനൻസ് അല്ലെ. സോ ഇവിടെ ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ ഈ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലില്? സോ ഇൻട്രസ്റ്റിനെ ലിമിറ്റ് ചെയ്യുന്നത് ഏതിലും മാത്രമാണ്? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഫുള്ള് സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ മാത്രമാണ്. സോ പാർട്ട്ലി ലെറ്റ് ഔട്ട് പാർട്ട്ലി സെൽഫ് ഓക്യുപ്പൈഡിന്റെ കേസിൽ പോലും അല്ല, സെൽഫ് ഓക്യുപ്പൈഡ് കേസില് എന്ത് മാത്രമാണ് എന്തുള്ളത്? ലിമിറ്റ് ഉള്ളത്. സോ ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയില് ലിമിറ്റ് ഉണ്ടോ? ഇല്ല. വിത്തൗട്ട് ലിമിറ്റ് ആക്ച്വൽ ഡ്യൂ ആയിരിക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്ലെയിം ചെയ്യാം. സോ ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയില് നമ്മൾ വിത്തൗട്ട് ലിമിറ്റ് ക്ലെയിം ചെയ്തു. കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ അല്ലേ? Then next one, section 23 subsection 5. So 2 വർഷം മുമ്പ് ഒരു അമെൻമെന്റ് വന്ന സെക്ഷൻ ആണ്. ഇപ്പോഴും ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഹൗസ് പ്രോപ്പർട്ടി held as stock in trade. Held as stock in trade.
നമ്മുടെ സെക്ഷൻ 22 നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ 22 എന്താണ് ടാക്സബിൾ ആകുന്നത്? സെക്ഷൻ 22 പ്രകാരം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം അണ്ടർ ദ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു വരണമെങ്കിൽ എന്താണ്? Annually, that means rent from house property, അല്ലെ? So rent from a property. Property means building, land appurtenant thereto. Building means any kind of building, അല്ലെ? So ഇവിടെ ബിൽഡിങ്ങിനകത്ത് 22 എക്സ്ക്ലൂഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ പർപ്പസിനുള്ളതാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ എന്താണ്? ഹൗസ് പ്രോപ്പർട്ടി ലെറ്റിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ അസസിയുടെ ബിസിനസ് ആണ്. ഓക്കെ, സോ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സെനാരിയോ വേറെയാണ്. ഹൗസ് പ്രോപ്പർട്ടി ഹെൽഡ് ആ സ്റ്റോക്ക് ഇൻ ട്രേഡ്. സോ ദാറ്റ് മീൻസ് അസസിയുടെ ബിസിനസ് ഇവിടെ എന്താണ്? ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യുക, അത് റെന്റിന് കൊടുക്കുകയല്ല, അത് സെയിൽ നടത്തുക. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടനെ തന്നെ സെയിലിന് വെച്ചിരിക്കുന്ന ഒരു ഐറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോക്ക്, അല്ലേ? സോ അസസിക്ക് ഇപ്പം അസസിയുടെ അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അസസി ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഹൗസ് പ്രോപ്പർട്ടി സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടുണ്ടെങ്കിൽ സോ നമ്മുടെ സെക്ഷൻ 22 നിന്ന് എടുത്തു കളഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സോ ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ അത് യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ എന്താണ്, അസസിക്ക് ഹൗസ് പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുകയാണ് അസസിയുടെ ബിസിനസ് എങ്കിൽ മാത്രമാണ് എന്തിൽ കവർ ചെയ്യാത്തത്? സെക്ഷൻ 22 കവർ ചെയ്യാത്തത്. സോ ദാറ്റ് മീൻസ് എനിക്കൊരു ബിസിനസ് ഉണ്ട്, സോ ഹൗസ് ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ഹൗസ് സെയിൽ നടത്തലാണ് എന്റെ ബിസിനസ്. സോ ഹൗസ് പ്രോപ്പർട്ടി എന്തായിട്ട് കാണും? എന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ്. അങ്ങനെയാണെങ്കിൽ സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹൗസ് പ്രോപ്പർട്ടി സ്റ്റോക്കിൻ, ഈ ഹൗസ് പ്രോപ്പർട്ടി ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉള്ള അസറ്റ് അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി വിറ്റാൽ കിട്ടുന്ന ഇൻകം നോർമലി എവിടെയാണ് ചാർജ് ചെയ്യുന്നത്? ബിസിനസിന്റെ സ്റ്റോക്ക് വിറ്റാൽ ഉള്ള ഇൻകം എവിടെയാണ്? PGBP അല്ലെ? സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെ സ്റ്റോക്ക് ആയിട്ടുള്ളത് അത് വിറ്റില്ല. സോ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്, ബട്ട് എന്തോ പല കാര്യങ്ങൾ കൊണ്ട് എന്താണ് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഉടനെ നമുക്കത് വിൽപ്പന നടക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്ത് ചെയ്തു? ലെറ്റ് ഔട്ട് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. സോ പ്രീവിയസ് ഇയറിൽ അത് ലെറ്റ് ഔട്ട് ചെയ്തു, റെന്റിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ റെന്റൽ ഇൻകം എവിടെ കാണിക്കും? ബിസിനസ് ഇൻകം ആയിട്ട് കാണിക്കുമോ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് കാണിക്കും? എവിടെ കാണിക്കും? സോ എടുത്തു പറഞ്ഞിട്ടുണ്ട് എനി ടൈപ്പ് ഓഫ് ബിൽഡിംഗ്. സോ അത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയാലും കുഴപ്പമില്ല, അതിൽ നിന്ന് റെന്റൽ ഇൻകം കിട്ടിയിട്ടുണ്ടോ, ഇറ്റ് വിൽ അട്രാക്ട് സെക്ഷൻ 22. ദാറ്റ് മീൻസ് income will be charged under the head 22, income from house property. Then rental income will be chargeable to tax under section 22. So section 22 പ്രകാരം എന്താണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് ലെറ്റ് ഔട്ട് ചെയ്ത് കിട്ടുന്ന റെന്റൽ ഇൻകം എവിടെ ടാക്സ് ചെയ്യും? PGBP-ലല്ല, ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ്, സോ പ്രീവിയസ് ഇയറിൽ ലെറ്റ് ഔട്ട് ചെയ്തിട്ടില്ല, നോട്ട് ലെറ്റ് ഔട്ട് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. സോ പ്രീവിയസ് ഇയറിൽ ലെറ്റ് ഔട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ആനുവൽ വാല്യൂ എന്തായിട്ട് എടുക്കാമെന്നാണ് പറയുന്നത്? ആനുവൽ വാല്യൂ ഈക്വൽ ടു നിൽ ആയിട്ട് എടുക്കാം. സോ ആനുവൽ വാല്യൂ ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഇതിൽ നിന്ന് ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകം ഒന്നും വരത്തില്ല. ആനുവൽ വാല്യൂ നിൽ. ശ്രദ്ധിക്കാം, ആനുവൽ വാല്യൂ നിൽ. ഇങ്ങനെ സ്റ്റാർട്ട് താഴോട്ടൊരു പോയിന്റ്. ഇങ്ങനെ ആനുവൽ വാല്യൂ നില്ലായിട്ട് ഇൻഡെഫിനിറ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് സോ എന്റെ ബിസിനസിന്റെ സ്റ്റോക്ക് ആണ്, ഇൻഡെഫിനിറ്റ് ആയിട്ട് എന്താണ്, അത് വിറ്റ് പോകുന്നില്ല, അത് ലെറ്റ് ഔട്ടും ചെയ്യുന്നില്ല, നില്ലായിട്ട് കിടക്കാൻ അതോറിറ്റി സമ്മതിക്കുകയല്ല.
this benefit available for a period up to 2 years from the end of the financial year in which certificate of completion obtained from competent authority. സോ അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ കിട്ടിയിട്ട് ആ പ്രീവിയസ് ഇയറിന്റെ എൻഡ് മുതൽ 2 വർഷം വരെ എന്തായിട്ട് കാണിക്കേണ്ട ഓപ്ഷൻ ഉണ്ട്? ആനുവൽ വാല്യൂ നില്ലായിട്ട് കാണിക്കണം. സോ അതിനുശേഷം വരുന്ന കഴിഞ്ഞാൽ എന്താണ് ലെറ്റ് ഔട്ട് അല്ലെങ്കിൽ പോലും ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിലോട്ട് പോകും. നെക്സ്റ്റ് വൺ, സെക്ഷൻ 25 capital A. Section 25 capital A. Section 25 capital A. Recovery of unrealized rent and arrears of rent. So already നമ്മൾ അൺറിയലൈസ്ഡ് റെന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അൺറിയലൈസ്ഡ് റെന്റ് ആക്ച്വലി റിക്കവർ ചെയ്തില്ല. സോ ആക്ച്വൽ റെന്റിൽ നിന്ന് അൺറിയലൈസ്ഡ് റെന്റ് നമ്മൾ എപ്പോൾ കുറയ്ക്കും? റൂൾ ഫോർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ. സോ അരിയർ ഓഫ് റെന്റ് മീൻസ് റെന്റ് അണ്ടർ ഡിസ്പ്യൂട്ട്. സോ ദാറ്റ് മീൻസ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഡിസ്പ്യൂട്ട് ആയത് കിട്ടിയില്ല, പിന്നീട് കിട്ടിയാൽ സോ റിക്കവറി. സോ ഏതോ പ്രീവിയസ് ഇയറിൽ കിട്ടേണ്ടിയിരുന്ന റെന്റ്, ദാറ്റ് മീൻസ് ആ പ്രീവിയസ് ഇയറിൽ അൺറിയലൈസ്ഡ് ആയി നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു. ദെൻ ആ ഇയറിൽ അരിയർ ആയിട്ട് കിടക്കുന്ന റെന്റ് ആ ഇയറിൽ ഡിസ്പ്യൂട്ട് കാരണം നമുക്ക് കിട്ടിയില്ല, പിന്നീട് ഒരു പ്രീവിയസ് ഇയറിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന റെന്റിന്റെ ടാക്സബിലിറ്റി എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അൺറിയലൈസ്ഡ് റെന്റോ അല്ലെങ്കിൽ അരിയേഴ്സ് ഓഫ് റെന്റോ ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടിയത് ആ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. ടാക്സബിൾ in the year of receipt or realization. So ഏത് പ്രീവിയസ് ഇയറിലാണോ അല്ലെങ്കിൽ ഏത് ഇയറിലാണോ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഏത് ഇയറിലാണോ ആക്ച്വൽ റിസീവ് ചെയ്ത് അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്നത് ആ പ്രീവിയസ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും? അൺറിയലൈസ്ഡ് റെന്റ് ടാക്സ് ചെയ്യും. റിക്കവറി ഓഫ് അൺറിയലൈസ്ഡ് റെന്റോ ഓർ അരിയർ ഓഫ് റെന്റ്. സോ രണ്ടിനും ഇതാണ് സെക്ഷൻ 25 ക്യാപിറ്റൽ എ ആണ് പറയുന്നത്. സോ ഇങ്ങനെ കിട്ടാതെ ഇരുന്ന റെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രീവിയസ് ഇയേഴ്സ് മുമ്പുള്ള ഇയേഴ്സിന്റെ ഈ വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രീവിയസ് ഇയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പ്രീവിയസ് ഇയർ, ദാറ്റ് മീൻസ് അസസ്മെന്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും? എവിടെ ടാക്സ് ചെയ്യും? ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് 25 ക്യാപിറ്റൽ എ. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, ഡിഡക്ഷൻ അറ്റ് ദ റേറ്റ് 30%. Deduction at the rate 30% of rent received or realized is allowed. So കിട്ടിയത് എത്രയാണോ അതിന്റെ 30% എന്താണ് ഡിഡക്ഷൻ ആയിട്ട് 25A പ്രകാരം എന്തായിട്ട് ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യും. ഫുള്ള് ടാക്സ് ചെയ്യത്തില്ല. സോ അല്ലെ, അന്ന് ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അന്ന് 24A 30% ഡിഡക്ഷൻ കിട്ടിയായിരുന്നു. ഇന്ന് ഇത് കിട്ടുമ്പോഴത്തേക്കും എനിക്ക് എന്താണ് ഈ ഡിഡക്ഷൻ തന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് കൂടുതൽ ടാക്സ് ചെയ്യുന്ന പോലെയാണ് വരുന്നത്. സോ അതുകൊണ്ട് അൺറിയലൈസ്ഡ് റെന്റ് റിക്കവർ ചെയ്താൽ അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് റെന്റ് അല്ലെങ്കിൽ അരിയേഴ്സ് ഓഫ് റെന്റ് റിസീവ് ചെയ്യോ റിക്കവർ ചെയ്താൽ ഏത് പ്രീവിയസ് ഇയറിലാണോ ആ പ്രീവിയസ് ഇയറിൽ
ഹൗസ് പ്രോപ്പർട്ടി അണ്ടറിൽ സെപ്പറേറ്റ് സെക്ഷൻ 25 ക്യാപിറ്റൽ വെച്ച് ടാക്സ് ചെയ്യും. ബട്ട് ഒരു ഡിഡക്ഷൻ കൂടെ ഉണ്ട്. കിട്ടിയത് എത്രയാണോ അതിന്റെ 30% കുറച്ച് ബാക്കി 70% എന്ത് ചെയ്താൽ മതി, ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ കാണിച്ചാൽ മതി. ഓക്കെ, ദെൻ ഇനി ഒരു ക്വസ്റ്റ്യൻ. ഇനി നോർമലി SSCs ഒക്കെ ഇത് പറയുന്നതാണ്. സോ 2015 വിചാരിക്കുക എനിക്ക് റെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ 2022 കിട്ടി. 2015 ഞാൻ ലെറ്റ് ഔട്ട് ചെയ്തിരുന്നതാണ്. സോ ആ ഇയറിൽ അൺറിലൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അരിയർ ആയിട്ടോ പോയി. ബട്ട് 2022 നമ്മുടെ പ്രീവിയസ് ഇയറിൽ 21-22 അൺറിയലൈസ്ഡ് റെന്റ് കിട്ടി. പക്ഷേ ഞാൻ അസസിംഗ് ഓഫീസറോട് പറയാണ്, പക്ഷേ ഞാൻ 2015 ലെറ്റ് ഔട്ട്, അതിനുശേഷം അവർ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു. 2018 അല്ലെങ്കിൽ 2020 ഞാൻ എന്റെ ഹൗസ് പ്രോപ്പർട്ടി സെയിൽ ചെയ്തു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തു. ഞാനിപ്പോ എന്റെ ആ പ്രോപ്പർട്ടിയുടെ ഓണർ അല്ല. അതുകൊണ്ട് ഈ കിട്ടിയ റിസീവ് ചെയ്ത അൺറിലൈസ്ഡ് റെന്റ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ പറഞ്ഞ കാര്യം ശരിയാണോ അല്ലയോ? പോയിന്റ് ക്ലിയർ ആണോ ചോദിച്ചാ? അല്ല, ടാക്സബിൾ ഈവൻ ഇഫ് SSC ഈസ് നോട്ട് ദ ഓണർ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഇൻ ദ ഇയർ ഓഫ് വിസിറ്റ്. സോ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അൺറിയലൈസ്ഡ് ആണെങ്കിലും അരിയർ ആണെങ്കിലും നമ്മൾ അന്ന് കാണിച്ചിട്ടില്ല. സോ അൺറിയലൈസ്ഡ് ആണെങ്കിൽ റൂൾ ഫോർ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് നമ്മൾ ഓൾറെഡി അതിൽ ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് കിട്ടുമ്പോൾ എവിടെ തന്നെ ഇൻകോ ആയിട്ട് കാണിക്കണം, ഈവൻ ഇഫ് ഇൻ ദാറ്റ് അല്ലെ പ്രീവിയസ് ഇയറിൽ കണ്ടോ, ആ കൂടെ SSC പറഞ്ഞു ഐ ആം നോട്ട് ദ ഓണർ. സോ സെക്ഷൻ 22 ഓണർഷിപ്പ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രീവിയസ് ഇയറിൽ ഓണർ ആയിരിക്കുന്ന കേസ് എന്താണ്, അൺറിലൈസ്ഡ് റെന്റിനോ അരിയേഴ്സ് ഓഫ് റെന്റിനോ ഇതെന്താണ് സ്പെസിഫിക് സെക്ഷൻ വെച്ചിരിക്കുകയാണ് 25 ക്യാപിറ്റൽ A. സോ അൺറിലൈസ്ഡ് റെന്റ് കിട്ടിയാൽ ഏത് ഇയറിലാണോ കിട്ടിയത് ആ ഇയർ ടാക്സ് ചെയ്യും, ഫ്ലാറ്റ് 30% ഡിഡക്ഷൻ കൊടുക്കും. അതുകൂടാതെ ആ ഈ പ്രീവിയസ് ഇയറിൽ ആ അസറ്റിന്റെ ഓണർഷിപ്പ് ഈ SSC അല്ല, അല്ലെങ്കിൽ ഓൾറെഡി സെയിൽ വിറ്റുപോയി ട്രാൻസ്ഫർ ചെയ്ത് പോയെങ്കിൽ പോലും ആ കിട്ടിയ എമൗണ്ട് എന്തിനുണ്ടല്ലോ ടാക്സ് ചെയ്യും, 25A പ്രകാരം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ? Taxable even if SSC is not the owner of house property in the year of receipt or realization. In the year of receipt or realization. Then next one. Then next year to concept of partly let out property. Partly let out property. Partly let out property. So നമ്മൾ ഓൾറെഡി ഒരു ഹൗസ് പ്രോപ്പർട്ടി പാർട്ട്ലി ലെറ്റ് ഔട്ട് പാർട്ട്ലി സെൽഫ് ഓക്യുപ്പൈഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്തായിരുന്നു? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു ദിവസം ലെറ്റ് ഔട്ട് ചെയ്താലും ലെറ്റ് ഔട്ട്. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൺസെപ്റ്റ് ഓഫ് പാർട്ട്ലി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഏരിയ വൈസ്. സോ ദാറ്റ് മീൻസ് എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്, 2 നില 2 സ്റ്റോർഡ് ബിൽഡിംഗ് ആണ്. സോ അതിന്റെ താഴത്തെ നിലയിൽ ഞാൻ സെൽഫ് ഓക്യുപ്പൈഡ് ആണ്, മുകളിലത്തെ നില റെന്റിന് കൊടുത്താൽ അതാണ് എന്ത്, പാർട്ട്ലി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഏരിയ വൈസ്. ക്ലിയർ ആണോ? Yes, sir. Then if some area of house property is let out and remaining is self occupied, remaining is self occupied, then let out portion is treated as let out portion is treated as let out property and self occupied portion
self-occupied portion is treated as self-occupied property. That means partly അതിന്റെ വാല്യൂ എല്ലാം എന്താണ് self-occupied portion self-occupied property ആയിട്ട് എടുക്കും. Remaining, that means let out portion എന്തായിട്ട് എടുക്കും let out property ആയിട്ട് എടുക്കും. Let out property self-occupied property. Okay, next point ആണ് in this case municipal value comma fair rent comma standard rent comma municipal taxes comma interest on loan should be divided between self-occupied property and let out property. Self-occupied property and let out property. എന്താണ് ആ ഒരു സെന്റൻസ് പറയുന്നത്? നമുക്കൊരു 2-stored ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കാം. സോ താഴത്തേതിൽ നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡ് ആണ്, മുകളിലത്തേത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെന്ന് വിചാരിക്കാം. സോ ആ ബിൽഡിങ്ങിന്റെ മുനിസിപ്പൽ വാല്യൂ ആണ് തന്നിരിക്കുന്നതെങ്കിൽ സോ നമുക്ക് കറക്റ്റ് എക്സാക്ട്ലി സെയിം ആയിട്ടാണെങ്കിൽ 50% എടുക്കുള്ളൂ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ എന്താണ് എക്സ്പെക്ടഡ് റെന്റ്. സോ നേരെ മറിച്ച് താഴത്തേന്റെ എന്താണ് ഗ്രോസ് ആനുവൽ വാല്യൂ സെൽഫ് ഓക്യുപ്പൈഡ് അങ്ങനെയില്ല. ദെൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ഡിവൈഡഡ് ബിറ്റ്വീൻ സെൽഫ് ഓക്യുപ്പൈഡ് ആൻഡ് ലെറ്റ് ഔട്ട്. മുനിസിപ്പൽ ടാക്സ് ഏറ്റവും ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഷുഡ് ബി ഡിവൈഡഡ്. ദാറ്റ് മീൻസ് ആ രണ്ട് നിലയ്ക്കും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ഇൻട്രസ്റ്റ് ഡിവൈഡ് ചെയ്ത് 50% എന്തിനും കൊടുക്കണം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്കും 50% സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്കും കൊടുക്കണം. ക്ലിയർ ആണോ? സോ സംടൈംസ് 60-40 ആകാം. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ചിട്ട് എങ്ങനെയാണോ ആ ഒരു ഏരിയ ഡിവിഷൻ വരുന്നത് അതനുസരിച്ചിട്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഇവിടെ ഒന്നുകൂടെ പറയാണ്. Concept of partly let out property. അതാണ് ടൈം വൈസ്. ഓക്കെ, സോ ടൈം വൈസ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഒരു 10 മാസം ലെറ്റ് ഔട്ട്, 2 മാസം സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ എന്താണ് അൺഓക്യുപ്പൈഡ് അല്ലെങ്കിൽ വേക്കന്റ് അല്ല, സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ഡേ പ്രോബ്ലം ചെയ്തായിരുന്നു. ദെൻ ഇങ്ങനെയുള്ള കേസിലാണ് സെൽഫ് ആക്ച്വൽ റെന്റ് കുറവ് വരുന്ന കേസിൽ ആണ് നമ്മളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലി ആക്ച്വൽ റെന്റ് കുറവാണെങ്കിലുള്ള ഒരു കമ്പ്യൂട്ടേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതല്ല, നേരെ മറിച്ച് ഇൻകം ടാക്സ് ആക്ട് ഒരു ഓൾട്ടർനേറ്റീവ് വ്യൂ ഉണ്ട്. റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് കുറയ്ക്കുന്ന ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ if property let out for some period and self occupied for a remaining period, then such property is treated as എന്തായിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യത്തുള്ളൂ? സെൽഫ് ഓക്യുപ്പൈഡിന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ? ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞാൽ ഒരു ദിവസമെങ്കിലും ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, 1 day എങ്കിലും ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ എന്തായിട്ട് ട്രീറ്റ് ചെയ്യത്തുള്ളൂ? ത്രൂ ഔട്ട് ലെറ്റ് ഔട്ട് ചെയ്തത്. ദാറ്റ് മീൻസ് ലെറ്റ് ഔട്ട് പ്ലസ് സെൽഫ് ഓക്യുപ്പൈഡ്. സോ അൺഓക്യുപ്പൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അത് വേക്കന്റ് ആണെങ്കിൽ വേറെ സെനാരിയോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർട്ട്ലി സെൽഫ് ഓക്യുപ്പൈഡ് ആൻഡ് പാർട്ട്ലി ലെറ്റ് ഔട്ട്. ദാറ്റ് മീൻസ് ടൈം വൈസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ദിവസം എങ്കിലും ലെറ്റ് ഔട്ട് ചെയ്താലും ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഓൺലി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ദെൻ കമ്പ്യൂട്ടേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ടൈം. ക്ലിയർ അല്ലേ? ഇനി ഒരു കോൺസെപ്റ്റ് കൂടാണ്
ഡിസ്കസ് ചെയ്യേണ്ട ഇതിനകത്ത് സെക്ഷൻ 26. Concept of joint ownership or co-ownership. So joint ownership അല്ലെങ്കിൽ co-ownership എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പർട്ടിക്കുലർ ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഓണർ ഒരാളല്ല, രണ്ടോ അതിലധികമോ ആൾക്കാർ ചേർന്ന് അതിന്റെ ഓണർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഓണർഷിപ്പ് അല്ലെങ്കിൽ ജോയിന്റ് ഓണർഷിപ്പ്. ക്ലിയർ അല്ലേ? Yes, sir. ജോയിന്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഓണർഷിപ്പ് മീൻസ് പ്രോപ്പർട്ടി is owned by more than one person, In this case, income from house property is calculated normally and thereafter it should be divided between co-owners in their ownership ratio. So ഇതിനകത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ നല്ലത് കംപ്ലീറ്റ് ലെറ്റ് ഔട്ട് ആണെങ്കിൽ കംപ്ലീറ്റ് കണ്ടുപിടിക്കുക, ദെൻ അതിനുശേഷം എന്താണ് രണ്ടുപേരുടെ ഓണർഷിപ്പ് റേഷ്യോ അനുസരിച്ച് ഡിവൈഡ് ചെയ്യുക. അതർവൈസ് എന്താണ് ഓരോരുത്തർക്കും കണ്ടുപിടിച്ച് ടൈം കൺസംഷൻ ആണ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് നോർമലി thereafter. നോർമലി ആദ്യം ഫുൾ കണ്ടുപിടിക്കുക, അതിനുശേഷം രണ്ടുപേരുടെയും ഓണർഷിപ്പിന്റെ റേഷ്യോ അനുസരിച്ച് രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ എന്തായി? ആൻസർ ആയി. അതിനകത്ത് ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. സോ രണ്ട് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി നമ്മൾ, ഒന്ന് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. സോ ഫുൾ ഇൻട്രസ്റ്റ് അലൗഡ് ആണ്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യും? അവരുടെ ഓണർഷിപ്പ്, ദാറ്റ് മീൻസ് ഉണ്ടോ ലെറ്റ് ഔട്ട് ആണെങ്കിൽ നമ്മൾ എല്ലാം കംപ്ലീറ്റ് ഇൻകം ഫ്രം ഹൗസ് ഹോൾഡ്, ദാറ്റ് മീൻസ് ഫുൾ ഇൻട്രസ്റ്റ് അലൗഡ് ആയിട്ട് കണക്കാക്കിയിട്ട് ഏറ്റവും അവസാനം ഇൻകം എത്രയാണോ കിട്ടുന്നത് അതിനെ എന്ത് ചെയ്താൽ മതി? രണ്ടുപേരുടെയും ഓണർഷിപ്പിന്റെ പെർസെന്റേജിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ രണ്ടുപേർക്കുള്ള ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? Yes, sir. Then സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ സോ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ, ലിമിറ്റ് ഉണ്ടോ? ഉണ്ട്. പർച്ചേസ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് റുപ്പീസ് 2 lakhs ഓർ എത്രയുണ്ട്? 30,000. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ പറയുന്ന ലിമിറ്റ് ഇപ്പൊ കോ ഓണർ ആണല്ലോ, സോ രണ്ടുപേരുടെ ഓണർഷിപ്പ്, ദാറ്റ് മീൻസ് അത് സെൽഫ് ഓക്യുപ്പൈഡ് ആണ്, ബട്ട് രണ്ടുപേരുടെ പേരിലാണ്. ഈ രണ്ടുപേർക്കും കൂടെയാണോ ഈ 2 lakh അല്ലെങ്കിൽ 30,000 കിട്ടുന്നത്, അല്ലെങ്കിൽ രണ്ടുപേർക്കും കിട്ടുമോ? രണ്ടുപേർക്കും സെപ്പറേറ്റ് കിട്ടും, രണ്ടുപേർക്കും കൂടി അല്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് എന്താണ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി പോലെ മാക്സിമം ലിമിറ്റ് ക്ലെയിം ചെയ്യാം. ക്ലിയർ ആണോ?
So each corner shall be entitled. Bracket le very important. Each co-owner shall be entitled for interest up to limit specified. സോ ഈ ലിമിറ്റ് വരെ എന്താണ് ഒരാൾക്കല്ല രണ്ടുപേർക്കും എന്താണ് ഒന്നുകിൽ 2 lakh വരെ അല്ലെങ്കിൽ 30,000 വരെ ക്ലെയിം ചെയ്യാം. അതാണ് അതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി ഒരു കാര്യം കൂടെ അതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് കോമ്പോസിറ്റ് റെന്റ്. കോമ്പോസിറ്റ് റെന്റ്. സോ കോമ്പോസിറ്റ് റെന്റ് കിട്ടിയാൽ അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ്. കോമ്പോസിറ്റ് റെന്റ് അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ്. ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് കോമ്പോസിറ്റ് റെന്റ്. സോ ഈ കോമ്പോസിറ്റ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പോസിറ്റ് റെന്റ്. സോ കോമ്പോസിറ്റ് സപ്ലൈ നമ്മൾ ഇൻഡയറക്ട് ടാക്സിൽ ഡിസ്കസ് ചെയ്ത പോലെ കോമ്പോസിറ്റ് സപ്ലൈ മീൻസ് എന്താണ്? രണ്ടോ അതിലധികമോ സപ്ലൈ ഒരുമിച്ച് കൊടുക്കുന്നതാണ്. സോ ഇവിടെ നമുക്ക് കോമ്പോസിറ്റ് റെന്റ്. കോമ്പോസിറ്റ് റെന്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നുകിൽ നമുക്ക് ബിൽഡിംഗ്, നമ്മൾ ഫ്ലാറ്റിന്റെ കേസിലാണെങ്കിൽ ബിൽഡിംഗ് പ്ലസ് ഫർണിച്ചർ, ബിൽഡിംഗ് പ്ലസ് ഫർണിച്ചറും കൂടെ റെന്റ്. ദാറ്റ് മീൻസ് ഒരു അസറ്റ് വേറെ അതർ അസറ്റ്സ് എന്തായിട്ട് കൊടുക്കാം? കോമ്പോസിറ്റ് ആയിട്ട്. ദാറ്റ് മീൻസ് ആ അസറ്റ് ഫർണിച്ചർ മാത്രമായിട്ട് റെന്റിന് കൊടുക്കുന്ന പരിപാടിയില്ല. എന്താണ്? ഈ ബിൽഡിംഗ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന അസറ്റ് കൂടെ കിട്ടും. ദെൻ വേറെ ഒരു സെനാരിയോ എന്താണ്? ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ സോ ബിൽഡിംഗ് നമ്മൾ ഇത്രാമത്തെ നിലയിൽ ഒരു ഇത്ര സ്ക്വയർ ഫീറ്റ് റെന്റിന് എടുത്തു. അതുകൂടാതെ നമുക്ക് അതർ സർവീസസ്, ലിഫ്റ്റ്, അങ്ങനെ വേറെ സ്വിമ്മിംഗ് പൂള്, അങ്ങനെയുള്ള കുറെ സർവീസസും കൂടെ അതിനും കൂടെ ചേർന്നാണ് നമ്മുടെ ഫ്ലാറ്റിന് ആ ഒരു സ്പേസിന് റെന്റ് മേടിക്കുന്നതെങ്കിൽ അതും എന്താണ്? കോമ്പോസിറ്റ് റെന്റ് ആണ്. സോ ഈ രണ്ട് കാറ്റഗറി ഓഫ് കോമ്പോസിറ്റ് റെന്റ് നമ്മൾ എങ്ങനെയാണ് ഇൻകം ടാക്സിലെ ടാക്സ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നത്. ഫസ്റ്റ് സെനാരിയോ, കോമ്പോസിറ്റ് rent includes rent of building and charges for different services. Charges for different സർവീസസ്. സോ എന്താണ് മീനിങ്? ഇവിടെ കോമ്പോസിറ്റ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിൽഡിങ്ങിന്റെ റെന്റ് പ്ലസ് എന്താണ് അഡീഷണൽ ആയിട്ട് സർവീസസ് കൊടുത്തിട്ടുണ്ട്, അതിനും കൂടെ ചേർത്തിട്ടാണ് കോമ്പോസിറ്റ് റെന്റ് വരുന്നതെങ്കിൽ എങ്ങനെ ടാക്സ് ചെയ്യുന്നത്? ഇവിടെ ശ്രദ്ധിക്കാം. സം attributable for use of house property will be taxed under income from HP. Then some attributable to use of സർവീസസ് എവിടെ ആയിരിക്കും? സോ ബിൽഡിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. രണ്ട് കേസാണ്, ഒരുമിച്ച് ചാർജ് ചെയ്യുന്നേ ഉള്ളൂ. സോ സം ആട്രിബ്യൂട്ടബിൾ ടു ഹൗസ് പ്രോപ്പർട്ടി നമുക്കത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എന്തായിട്ട് എടുക്കാം? അത് മാത്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ കാണിക്കാം. ദെൻ സർവീസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ളോ ഒന്നുകിൽ PGBP കാണിക്കാം ഓർ IFOS. Next one, the composite rent includes rent of
building and other assets. So ഇവിടെ വേറെ സർവീസ് അല്ല, other assets ആണ്. രണ്ട് കേസസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. let out of asset, let out of other asset is inseparable so underline the word inseparable, is inseparable. എന്താണ് അതിന്റെ മീനിങ്? party does not accept building without other asset. Party does not accept building without asset. So ആ asset ഇല്ലാതെ പാർട്ടി എന്തെടുക്കില്ല? ഈ ബിൽഡിംഗ്. ദാറ്റ് മീൻസ് ഇത് കേസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു മെഷീനറി, ആക്ച്വലി മെഷീനറി ആണ് ഞാൻ റെന്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ മെഷീനറി ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഗോഡൌൺ പോലുള്ള ഒരു സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. സോ ആ പാർട്ടിക്ക് എന്താണ്? മെഷീനറി ആണ് റെന്റ് വേണ്ടത്. സോ മെഷീനറി ഇല്ലാതെ ആ പാർട്ടി എന്തായിട്ട് എടുക്കില്ല? ബിൽഡിംഗ് മാത്രമായിട്ട് റെന്റിന് എടുക്കില്ല. ആ കേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസെപ്പറബിൾ. സോ അവർക്ക് ആക്ച്വലി വേണ്ട എന്താണ്? അതർ ഐറ്റം ആണ് വേണ്ടത്, അതർ അസറ്റ് ആണ് വേണ്ടത്. ബട്ട് ബിൽഡിംഗ് ഇല്ലാതെ എടുക്കില്ല. സോ ബിൽഡിംഗ് മാത്രമായിട്ട് അവർ എടുക്കില്ല. പാർട്ടി ഡസ് നോട്ട് അക്സെപ്റ്റ് ബിൽഡിംഗ് വിത്തൗട്ട് അസറ്റ്. ക്ലിയർ ആണോ? ഈ കേസിൽ ഉണ്ടോ, ഇവര് ആക്ച്വലി റെന്റിന് കൊടുക്കുന്ന എന്തേ അല്ല, ബിൽഡിങ്ങേ അല്ല. സോ ഇൻസെപ്പറബിൾ. ദാറ്റ് മീൻസ് എനിക്ക് ബിൽഡിംഗ് മാത്രമായിട്ട് വേണ്ട, ആ അസറ്റ് ഉണ്ടെങ്കിൽ എന്താണ്? ആ ബിൽഡിംഗ് കൂടെ അസറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് എന്ന രീതിയിൽ ആ ബിൽഡിംഗ് കൂടെ ഞാൻ റെന്റിന് എടുക്കാം. സോ ദാറ്റ് മീൻസ് ഇത് എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ട, ബിൽഡിംഗ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് പോലും കൺസിഡർ ചെയ്യേണ്ട. സോ ചാർജ്ഡ് അണ്ടർ PGBP or IFOS. സോ എവിടെ ചാർജ് ചെയ്യത്തേയില്ല. സോ ഇത് സെപ്പറേറ്റ് റെന്റ് ഒക്കെ കാണിച്ചാൽ പോലും സെപ്പറേറ്റ് റെന്റ്. സോ ദാറ്റ് മീൻസ് ഈ പ്രോപ്പർട്ടി ബിൽഡിങ്ങും അസറ്റും ഇൻസെപ്പറബിൾ ആണെങ്കിൽ സെപ്പറേറ്റ് ബിൽഡിങ്ങിന് ഇത്രയാണ്, മെഷീനറിക്ക് ഇത്രയാണെന്ന് ചാർജ് ചെയ്താലും എന്താണ്? മറ്റേ പാർട്ടിക്ക് എന്താണ്? ബിൽഡിംഗ് മാത്രമായിട്ട് വേണ്ട, അസറ്റ് ഉണ്ടെങ്കിൽ മാത്രം മതി എന്ത്? ബിൽഡിംഗ്. ആ കേസ് ആണെങ്കിൽ എന്താണ്? അത് ഹൗസ് പ്രോപ്പർട്ടിയെ ഇൻകോയായിട്ടേ കൺസിഡർ ചെയ്യത്തില്ല, PGBP അല്ലെങ്കിൽ IFOS. സോ ആ ലെറ്റ് ഔട്ട് ചെയ്യുന്ന ആളുടെ ബിസിനസ് ആണ്, ആ മെഷീനറി ലെറ്റ് ഔട്ട് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ PGBP അല്ലെങ്കിൽ അതർ സോഴ്സിൽ. ക്ലിയർ ആണോ? Then let out property and other asset separable ആണെങ്കിലോ? സെപ്പറബിൾ. സെപ്പറബിൾ ആണെങ്കിൽ രണ്ടും എന്താണ്? സെപ്പറേറ്റ് അസറ്റും ആ ബിൽഡിംഗ് മാത്രമായിട്ടും എടുക്കും, മറ്റേത് മാത്രമായിട്ടും പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. സെപ്പറബിൾ ആണെങ്കിൽ let out income from building എന്തായിട്ട് എടുക്കും? ഇവിടെ കൺസിഡർ ചെയ്യും HP-ൽ. ഇൻകം ഫ്രം അതർ അസറ്റ്സ് എവിടെ കാണിക്കും? ഒന്നുകിൽ PGBP-ൽ അല്ലെങ്കിൽ IFOS-ൽ. ഒന്നുകിൽ PGBP-ൽ അല്ലെങ്കിൽ IFOS-ൽ. ക്ലിയർ ആണോ? സോ ഒറ്റ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താലും സെപ്പറബിൾ ആണെങ്കിൽ ബിൽഡിംഗിൽ നിന്ന് മാത്രമുള്ള ഇൻകം എവിടെയാണ്? ഹൗസ് പ്രോപ്പർട്ടിയിലും കാണിക്കും, അതർ അസറ്റ്സ് എന്നുള്ള എവിടെയും കാണിക്കും, PGBP അല്ലെങ്കിൽ IFOS as the case may be. ക്ലിയർ ആണോ? സോ ഇത്രയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ സെക്ഷൻ 27 കൂടെയാണ് ഡീംഡ് ഓണർ. സോ തിയറിയാണ് ഡീംഡ് ഓണർ. സോ ജസ്റ്റ് ഒരു തിയറിയാണ്. കുറെ ഓണർഷിപ്പിനെ ഡീംഡ് ഓണർ ആയിട്ട് കണക്കാക്കുന്ന പറയുന്നത്, അത് നോക്കുക.
then and their problems. So question നോക്കാം. Prem owns a house in Madras. During previous year 21-22, 2/3 portion of the house was let out self-occupied and 1/3 portion was let out for residential purpose at a rent of rupees 8,000 per month. Municipal tax of the property is 3 lakh per annum. Fair rent is 2,70,000 per annum and standard rent is 3,30,000 per annum. He paid municipal tax at rate 10% during the year. A loan of 25 lakh was taken by him during the year 2017 for acquiring the property. Interest on loan paid during previous year 21-22 was 1,20,000. Compute Prem's income from house property. Okay, ഇവിടെ എന്താണ് ഏത് സ്റ്റേറ്റ്മെന്റ് എടുക്കും നമ്മള്? Computation of income from house property, assessment year 22-23. Particulars amount in rupees. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് പാർട്ട്ലി ലെറ്റ് ഔട്ട്, പാർട്ട്ലി സെൽഫ് ഓക്യുപ്പൈഡ്, ടൈം വൈസ് ആണോ ഏരിയ വൈസ് ആണോ? അല്ലേ? സോ ദാറ്റ് മീൻസ് ഇതില് എത്ര പോർഷൻ, ദാറ്റ് മീൻസ് ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൽ എത്ര പോർഷൻ ആണ് സെൽഫ് ഓക്യുപ്പൈഡ്? 2/3 portion was self-occupied, 1/3 portion was residential self-occupied and 1/3 portion was let out for a rest. That means 2/3 portion, 2/3 self-occupied property, 1/3 എന്താണ് let out property ആണ്. So that means രണ്ടിന്റെയും self-occupiedന്റെയും let out propertyയുടെയും എന്താണ് വാല്യൂ കണ്ടുപിടിച്ച് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കണം. That means first, so income from self-occupied property. Okay, self-occupied property ആണെങ്കിൽ ആനുവൽ വാല്യൂ എന്തായിരിക്കും? ആനുവൽ വാല്യൂ അല്ലെ, നിൽ, ഒന്നും വരത്തില്ല അല്ലെ. സോ ഇതിൽ നിന്ന് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ എന്ത് മാത്രം കുറയ്ക്കാം? ആനുവൽ വാല്യൂ നില്ലാണ്, ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ഏത് മാത്രം കുറയ്ക്കാം? ഇൻട്രസ്റ്റ്. ക്ലോസ് ബി, ഇൻട്രസ്റ്റ്. സോ നമുക്കിവിടെ ഇൻട്രസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? 2017 ഈ പ്രോപ്പർട്ടി, എൻറ്റയർ പ്രോപ്പർട്ടി. സോ ദാറ്റ് മീൻസ് ഇതിലെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്താണ്? 2/3 പോർഷൻ ആണ് അല്ലെ. സോ നമുക്ക് എന്താണ് ഈ 100% പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് ഇൻട്രസ്റ്റ് അടച്ചിരിക്കുന്നത്? 1,20,000. പക്ഷെ നമുക്ക് എത്ര പോർഷനേ ഉള്ളൂ എത്ര പോർഷനേ ഉള്ളൂ ലെറ്റ് ഔട്ട്? അതിൽ 1/3 ഉള്ളൂ. സോ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രപ്പോർഷനേറ്റ് ഇൻട്രസ്റ്റ് എത്ര വരും? 1,20,000 ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ വരും. 1,20,000 into 2/3 അല്ലേ? 1,20,000 into 2/3 അല്ലേ? എത്ര കിട്ടും? 80,000. So that means സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയത് ഇൻകം ആണോ ലോസ് ആണോ? അല്ലേ. സോ 80,000 സെൽഫ് ഓക്യുപ്പൈഡ് പോർഷനിൽ നിന്ന് കിട്ടിയ ഇത് കാര്യം എഴുതി നമ്മള്. ദെൻ അയാൾക്ക് എന്താണ് റിമൈനിങ് 1/3. സോ ദാറ്റ് മീൻസ് ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ടോട്ടലിന്റെ 1/3. സോ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ത്രൂ ഔട്ട് അല്ലെ, കംപ്ലീറ്റ് ലെറ്റ് ഔട്ട് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ആദ്യം മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റും എല്ലാം തന്നേക്കല്ലേ. സോ മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റും എത്ര വരും? മുനിസിപ്പൽ വാല്യൂ 3 lakh വരുമോ? അതിന്റെ എത്രയേ വരത്തുള്ളൂ? 1/3. സോ 3 lakh ടോട്ടൽ പ്രോപ്പർട്ടിക്കായിരുന്നു 3 lakh. സോ 1/3 വരത്തുള്ളൂ. ഫെയർ റെന്റ് 2,70,000 1/3 എത്രയൊക്കെ വെച്ച് വരും? ഇത് 1 lakh വരും, ഇത് 90,000. ഇതില് ഹയർ എത്ര എടുക്കും നമ്മള്?
90,000. Then ഇതെന്തുമായിട്ട് കമ്പയർ ചെയ്യും? സ്റ്റാൻഡേർഡ് റെന്റ്. സ്റ്റാൻഡേർഡ് റെന്റ് ഫുൾ എടുക്കുമോ അതോ 1/3 ആണോ? സ്റ്റാൻഡേർഡ് റെന്റ് 3,30,000 1/3. 3,30,000 into 1/3 കിട്ടും. 1 lakh അല്ലേ? സ്റ്റാൻഡേർഡ് റെന്റ്. അല്ല സർ, മുനിസിപ്പൽ വാല്യൂ ഹയർ 1 lakh അല്ലേ? Then standard rent എത്ര കിട്ടി? 1,10,000. So ഇതില് ലോവർ. എക്സ്പെക്ടഡ് റെന്റ് എത്ര വരും? എക്സ്പെക്ടഡ് റെന്റ് 1 lakh അല്ലേ? സോ ഇതിലെ ഇനി എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെന്റ്. ആക്ച്വൽ റെന്റ്. ആക്ച്വൽ റെന്റ് എത്രയാണ്? ആക്ച്വൽ റെന്റ് $96,000. സോ ഇവിടെ സ്റ്റുഡൻസ് നോർമലി മിസ്റ്റേക്ക് വരുന്നത് ഇതിന്റെ 30% എടുക്കും. സോ 30% എടുക്കണോ? ആക്ച്വലി ലെറ്റ് ഔട്ട് പോർഷനിൽ നിന്ന് കിട്ടുന്ന റെന്റ് ആണ് എന്ത്? 8,000 into 12 അല്ലേ? സോ ഇത് ആവശ്യമില്ലാതെ ഒരു 1/3 എടുത്ത് കളയരുത്. സോ ആക്ച്വലി കിട്ടിയ റെന്റ് എത്രയാണ്? 96,000. സോ ആക്ച്വൽ റെന്റ് ഓർ എക്സ്പെക്ടഡ് റെന്റ് വിച്ച് എവർ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് കുറവ്? ആക്ച്വൽ റെന്റ് ആണ് കുറവ്. ആക്ച്വൽ റെന്റ് ലെസ് ഡ്യൂ ടു വേക്കൻസി ആണോ? അല്ല. സോ therefore നമുക്ക് എന്തെടുക്കാം? ആക്ച്വൽ റെന്റ് വിൽ ബി ടേക്കൺ ആസ് ഗ്രോസ് ആനുവൽ വാല്യൂ. സോ ഗ്രോസ് ആനുവൽ വാല്യൂ എത്ര വരും? സോറി, ആക്ച്വൽ റെന്റ് ലെസ് ഡ്യൂ ടു വേക്കൻസി അല്ല. അതുകൊണ്ട് വിച്ച് എവർ ഈസ് ഹയർ വിൽ ബി ടേക്കൺ ആസ് ഗ്രോസ് ആനുവൽ വാല്യൂ. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? എക്സ്പെക്ടഡ് റെന്റ് ആയിട്ടുള്ള 1 lakh. ആക്ച്വൽ റെന്റ് ലെസ് ഡ്യൂ ടു വേക്കൻസി ആയിരുന്നുവെങ്കിൽ എന്തെടുത്തേനെ? ആക്ച്വൽ റെന്റ് എടുത്തേനെ. ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് 1 lakh. ദെൻ ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കാം? ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. അത് എത്ര വരും എന്ന് പറയാമോ? ഏതിന്റെ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എത്രയാണ്? ഇവിടെ എത്ര പെർസെന്റ് ആണ്? 10% ഓഫ് മുനിസിപ്പൽ വാല്യൂ. സോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ വാല്യുവേഷൻ എത്രയാണുള്ളത്? 3 lakh ആണോ 1 lakh ആണോ? 1 lakh. സോ 1 lakhന്റെ 10%, അല്ലെങ്കിൽ 3 lakh into 10% into 1/3 എടുക്കേണ്ടി വരും. സോ നമ്മൾ ഓൾറെഡി മുനിസിപ്പൽ വാല്യൂ ലെറ്റ് ഔട്ട് പോർഷനെ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. 1 lakh into 10% എത്ര കിട്ടും? 10,000. ദെൻ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂ എത്ര കിട്ടും? 90,000. സോ ഇതിൽ നിന്ന് ഇനി എന്തൊക്കെയാണ് ലെസ് ചെയ്യാവുന്ന? ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ക്ലോസ് എ 30% into 90,000 ക്ലോസ് ബി ഇൻട്രസ്റ്റ് എത്രയുണ്ട് മിച്ചം? സോ 1,20,000 80,000 ഓൾറെഡി നമ്മൾ എവിടെ എടുത്തു? സെൽഫ് ഓക്യുപ്പൈഡിൽ എടുത്തു. ബാക്കി റിമൈനിങ് 40,000 അല്ലെ? സോ 1,20,000 into 1/3 എടുത്താൽ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? 40,000. വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതിക്കോളൂ. 1,20,000. സോ ഓൾറെഡി 80 എടുത്തോണ്ട് റിമൈനിങ് 40 ആണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. 1/3 എടുക്കുമ്പോൾ കിട്ടും 40,000. എത്ര വരും? 27,000. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 67,000. സോ സെക്കൻഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം എത്ര വരുന്നുണ്ട്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 90ൽ നിന്ന് 67 കുറച്ച് കഴിയുമ്പോൾ എത്ര കിട്ടും? 23,000. 23,000. ദെൻ ടോട്ടൽ നമ്മുടെ ഇയർ കഴിയുമ്പോഴത്തേക്കും എന്താണ്? ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ നിന്ന് എന്താണ്? 80,000 ലോസ് ആണ്. സെൽഫ് ഒക്യൂപ്ഡ് പ്രോപ്പർട്ടി 80,000 ലോസ് ആണ്. ഇത് ലോസ് ആണ്. ദെൻ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ നിന്ന് എത്ര ഗെയിൻ വന്നിട്ടുണ്ട്? 23,000 പ്രോഫിറ്റ് അല്ലെ? സോ ടോട്ടൽ ഇത് നെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണോ ലോസ് ആണോ? ലോസ് അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി എത്ര കിട്ടും?
57,000. 57,000. Okay. Yes, sir. 57,000. Okay. Kitty. Yes, sir. Okay. Next question. Mr. Anand sold his residential house property in March 2021. In June 2021, he recovered rent of rupees 10,000 from Mr. G, to whom he had let out his house property for 2 years from 2015 to 2017. He could not realize 2 months rent of rupees 20,000 from him, and to that extent, his actual rent was reduced while computing income from house property for assessment year 17-18. Further, he had let out his property from 2017 February to February to 2021, April 2017 to February 2021, to Mr. S. In April 2019, he had increased the rent from 12,000 to 15,000 per month, and the same was subject matter of dispute. In September 2021, the matter was finally settled. Mr. Anand received rupees 69,000 as arrear rent for the period April 2019 to February 2021. Would the recovery of unrealized rent and arrears of rent taxable in the hands of Mr. A, and if so, in which year? So ഇവിടെ നമ്മുടെ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രീവിയസ് ഇയർ എത്രയാണ്? 2021-22. That means ആ ഇയറിൽ ഈ പറയുന്ന ഹൗസ് പ്രോപ്പർട്ടി എന്തെങ്കിലും റെന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫെബ്രുവരി 22, മാർച്ച് 2021 എന്താണ്? അസറ്റേ വിറ്റുപോയി. എന്താണ് 22-23 അസസ്മെന്റ് ഇയർ 20, അല്ലെങ്കിൽ 21-22 പ്രീവിയസ് ഇയറിൽ എന്താണ്? അസറ്റിന്റെ ഓണറേ അല്ല ഈ അസസി. സോ എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഒരു 10,000 രൂപ. ഓക്കെ, സോ ഇവിടെ കണ്ടോ തെറ്റിക്കാനായിട്ട് 20,000 രൂപ അന്ന് ക്ലെയിം ചെയ്യുന്നു. ബട്ട് ആക്ച്വലി കണ്ടോ അൺറിയലൈസ്ഡ് റെന്റ് റിക്കവേർഡ് ആണ്. സോ റിക്കവർ ചെയ്തില്ലെങ്കിൽ അങ്ങനെ പോയി, അത് ഇല്ല, ഒന്നും അതിനൊരു ട്രീറ്റ്മെന്റും ഇല്ല. ഓൾറെഡി നമ്മൾ കുറച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞു. സോ അൺറിയലൈസ്ഡ് റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ അരിയേഴ്സ് ഓഫ് റെന്റ് കിട്ടുവാണെങ്കിൽ രണ്ടിനും കൂടെ ചേർത്ത് എന്തേ ഉള്ളൂ? ഒറ്റ സെക്ഷനേ ഉള്ളൂ, സെക്ഷൻ 25 ക്യാപിറ്റൽ എ, computation of income from house property assessment year 22-23. Particulars amount in rupees. So നമ്മുടെ പ്രീവിയസ് ഇയർ 21-22 ആക്ച്വലി ഇയാൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? അൺറിയലൈസ്ഡ് റെന്റ് റിക്കവേർഡ്. സോ 2018 നമ്മൾ 17-18 അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ട് 20,000 അവിടെ കുറച്ചിട്ടുണ്ട്. ബട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ റിക്കവർ ചെയ്ത 20,000 ആണോ 10,000 ആണോ? 10,000. 25 ക്യാപിറ്റൽ എ പ്രകാരം ഫണ്ട് കുറച്ചത് ഫുള്ളി ഇപ്പൊ ആഡ് ചെയ്യാനാണോ, ഇപ്പൊ എടുത്ത് ടാക്സ് ചെയ്യാനാണോ പറയുന്നത്, അല്ലെങ്കിൽ റിക്കവർ ചെയ്തത് മാത്രം ടാക്സ് ചെയ്യാനാണോ പറയുന്നത്? 17 20,000 അൺറിയലൈസ്ഡ് ആയിട്ടുണ്ടാകും. റൂൾ ഫോർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമ്മൾ അന്ന് കുറച്ചു 20,000. പക്ഷെ നമ്മുടെ പ്രീവിയസ് ഇയറിൽ 20,000 റിക്കവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. 10,000. സോ നമുക്ക് കിട്ടിയത് റിക്കവർ ചെയ്തത് മാത്രമേ നമ്മൾ എവിടെ അട്രാക്ട് ചെയ്യത്തുള്ളൂ? 25 ക്യാപിറ്റൽ എയില്. സോ നമുക്ക് എത്രയേ കിട്ടിയുള്ളൂ? 10,000. ദെൻ ഡിസ്പ്യൂട്ട് 15,000 എന്നുള്ളത് 15,000 ആക്കിയപ്പോഴത്തേക്കും ഡിസ്പ്യൂട്ട് ഉണ്ടായി. സോ നമ്മൾ ആ ഡിസ്പ്യൂട്ട് ഉള്ളതുകൊണ്ട് അടച്ചില്ല ആ വർഷം. സോ നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്താണ്? arrears of rent received. So arrear rent receive ചെയ്ത് എത്രയാണ് റിസീവ് ചെയ്തിരിക്കുന്നത്? 69,000 അല്ലെ? സോ അൺറിയലൈസ്ഡ് റെന്റ് റിക്കവർ ചെയ്താലും arrear rent റിക്കവർ ചെയ്താലും 25 ക്യാപിറ്റൽ എ പ്രകാരം എത്രയാണ് ഡിഡക്ഷൻ കിട്ടുക? 30%. So less deduction under section 25 capital A എത്രയാണ്? at the rate 30%. So എത്രയാണോ റിയലൈസ് ചെയ്ത എമൗണ്ട് അതിന്റെ 30% will be allowed as deduction. So എത്ര വരും?
23,700. കുറച്ച് കഴിയുമ്പം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര കിട്ടും? 55,300. കിട്ടിയോ? ക്ലിയർ ആണോ കമ്പ്യൂട്ടേഷൻ? Yes, sir. Okay. Then next one. Mrs. Avarna owns a residential house property in Calcutta along with his sister, Mrs. Miss D, where her sister and family resides. Both of them have equal shares in the property and the same is used for self-occupation. So, house property use ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? സെൽഫ് ഓക്യുപ്പേഷൻ ആണ്. Interest payable in respect of loan is 50 lakhs. At the rate 10% taken on 1/4/2020 for acquisition of such property. In addition, Ms. Avarna owns a flat in Pune in which she and her parents resides. She has taken a loan of rupees 3 lakh at rate 12% on 1/10/2020 for the repairs of this flat. Compute deduction which would be available to Ms. Avarna and Ms. Dimple. Okay, so നല്ലൊരു ക്വസ്റ്റൻ ആണ്. സോ പക്ക തിയറി ആണ്, നമുക്ക് അറിയാവുന്നതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കുറച്ച് മുമ്പേ ഡിസ്കസ് ചെയ്ത തിയറിയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താണ് കമ്പ്യൂട്ട് ഡിഡക്ഷൻ വിച്ച് വുഡ് ബി അവൈലബിൾ ടു 24B. ദാറ്റ് മീൻസ് എന്താണ്? ഇൻട്രസ്റ്റ് മാത്രമാണ് ഇവിടെ ചോദിക്കുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24B for the assessment year 22-23. Let നോക്കാം. അപർണ ഉണ്ട്. സോ ഫസ്റ്റ് അപർണയുടെ ടോട്ടൽ ഡിഡക്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ദെൻ particulars amount in rupees. ശ്രദ്ധിക്കാം. സോ ആ കോ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടി എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടിയിട്ടാണ്. സോ നമുക്ക് പറഞ്ഞ ഈക്വൽ ഷെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈക്വൽ ഷെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ കോ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടി വേണ്ടി എടുത്ത ലോൺ എത്രയാണ്? ഇൻട്രസ്റ്റ് ഓൺ കോ ഓൺഡ് പ്രോപ്പർട്ടി എത്രയാണ്? കോ ഓണർഷിപ്പിൽ എടുത്ത പ്രോപ്പർട്ടി ലോൺ എത്രയാണ്? 50 lakh. 50 lakhs ഇൻറ്റു 10% ആണ് മൊത്തത്തില് ഇൻട്രസ്റ്റ് പേ ചെയ്തത്. സോ ഈ അപർണയുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അപർണയുടെ കോ ഓണർഷിപ്പ് എത്ര ശതമാനമാണ്? എത്രയാണ്? ഹൗ ഈക്വൽ ഷെയർസ്? ഈക്വൽ ഷെയർസ് മീൻസ് എത്രയാണ്? 50%. 50-50 അല്ലെ? സോ ഇതിന്റെ അതായത് 50 ലക്ഷത്തിന്റെ 10% ആക്ച്വൽ രണ്ടുപേരും കൂടെ പേ ചെയ്ത ഇൻട്രസ്റ്റ്. അതില് അപർണയുടെ എത്ര വരും? 50%. സോ 5 ലക്ഷത്തിന്റെ പകുതി എത്ര കിട്ടും? 2,50,000. സോ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട അപർണയുടെ ഷെയർ ഇതാണ് ഇൻട്രസ്റ്റ് ആണ് 2,50,000. സോ ഇതുകൊണ്ട് തീർന്നോ? അപർണയ്ക്ക് വേറെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടെ കൊണ്ട് തീർന്നെന്ന് പറഞ്ഞ് എഴുതരുത്. ആൻസർ തെറ്റാണ്. ബിക്കോസ് 2,50,000 കണ്ടാൽ തന്നെ നമുക്കറിയാം ഇനി എന്ത് വന്നാലും സെൽഫ് ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് എത്ര വരെ കിട്ടുള്ളൂ? മാക്സ് ടു മാക്സ് 2 lakhs. പക്ഷെ അവിടെ കൊണ്ട് നിർത്തരുത്. അപർണയ്ക്ക് എന്തുകൊണ്ട്? പൂനെയിലെ ഫ്ലാറ്റ് ഉണ്ട്. സോ അതിനു വേണ്ടിയിട്ട് 3 lakh 12% എടുത്തിട്ടുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? പൂനെയിലുള്ള ഫ്ലാറ്റിന് റിപ്പയേഴ്സ് ആണെങ്കിൽ മാക്സിമം എത്ര കിട്ടത്തുള്ളൂ? 30,000. അല്ലെ? സോ ഇവിടെ ഉണ്ടോ 2,50,000 ഉണ്ട്. ബട്ട് റെസ്ട്രിക്റ്റഡ് ടു ഇത്രയ്ക്ക് റെസ്ട്രിക്ട് ചെയ്തു. 2 lakhൽ റെസ്ട്രിക്ട് ചെയ്തില്ലേ? 2,50,000 ഉണ്ടെങ്കിലും അല്ലെ? ദെൻ പൂനെ പ്രോപ്പർട്ടി ഇൻട്രസ്റ്റ് എത്രയാണ്? 3 lakhs ഇൻറ്റു 12% എത്ര കിട്ടും? 36,000 ആണ്. ബട്ട് റെസ്ട്രിക്റ്റഡ് ടു എത്രയൊക്കെ റെസ്ട്രിക്ട് ചെയ്തേക്കാണ്? സോ ഇനി അല്ലെ? സോ 1,499 ഇനി പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാനോ അല്ലാത്തതിനാണെങ്കിൽ മാക്സിമം എത്ര കിട്ടുള്ളൂ? 330,000. റെസ്ട്രിക്റ്റഡ് ടു
restricted to 30,000. So total എത്ര ഉണ്ട്? 2,30,000 കിട്ടുമോ? ഇല്ല. So നമുക്ക് എന്ത് പറയാം? Deduction under section 24B restricted to കിട്ടുള്ളൂ 2 lakhs. So നമുക്ക് അയാൾക്ക് ക്ലെയിം ചെയ്യാവുന്ന മാക്സിമം ഇൻട്രസ്റ്റ് എത്രയാണ്? അപർണയ്ക്ക് ക്ലെയിം ചെയ്യാവുന്ന മാക്സിമം ഇൻട്രസ്റ്റ് എത്രയാണ്? 2 lakhs. 2 lakhs. അതേപോലെ പിന്നെ അടുത്ത എന്താണ്? ഡിംപിളിന്റെ കേസ് ആണെങ്കിൽ ഡിംപിളിന് എന്തേ വരത്തുള്ളൂ? ആ ഒരു കോ ഓൺഡ് പ്രോപ്പർട്ടിയിലെ ഇൻട്രസ്റ്റ്, പ്രോപ്പർട്ടി ഇൻട്രസ്റ്റ് അല്ലെ? വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ ഡിംപിളിന്? അപർണയ്ക്ക് മാത്രമായിരുന്നു അഡീഷണൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത്. സോ ഡിംപിളിന് കോ ഓൺഡ് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. സോ എത്ര വരും? 50 lakhs into 10% ആണ് രണ്ടുപേർ കൂടെ വരുന്നത്. അതിന്റെ 50%, ദാറ്റ് മീൻസ് 2,50,000 ആണ് അയാളുടെ ആക്ച്വൽ റെന്റ് ഡ്യൂ അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ളത്. ബട്ട് റെസ്ട്രിക്റ്റഡ് ടു അണ്ടർ സെക്ഷൻ 24B പ്രകാരം എത്ര വെച്ച് വരെ കിട്ടത്തുള്ളൂ? 2 lakhs. ക്ലിയർ ആണോ? സോ രണ്ടുപേർക്കും 2 lakhs ഉള്ളൂ. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ രണ്ടുപേർക്കും 2 lakhs ആണെന്ന് പറഞ്ഞാൽ അത് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കിട്ടില്ല. ഇതെല്ലാം ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പ്രൊവിഷൻസ് എല്ലാം അറിയാം. അതുകൊണ്ട് റെസ്ട്രിക്റ്റഡ് ടു 2 lakh. സോ ഇവിടെയും 2,50,000 ഉണ്ടായിരുന്നു. ബട്ട് സെൽഫ് ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് തന്നെ മാക്സിമം എത്രയേ കിട്ടുള്ളൂ? 2 lakhs. സോ അതിനെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ അല്ലേ? Yes, sir. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Mr. R is a co-owner of a house property along with his brother holding equal shares in the property. Then municipal value of property 1,60,000, fair rent 1,50,000, standard rent 1,70,000, rent received 15,000 per month. Then loan for the construction of this property is jointly taken and the interest charged by banks is 25,000, out of which 21,000 has been paid. Interest on the unpaid interest is rupees 450. To repay this loan, Raman and his brother have taken a fresh loan and interest charged on this loan is 5,000. Municipal taxes rupees 5,100 have been paid by the tenant. So tenant pay ചെയ്താൽ deduction ഉണ്ടോ? കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. Okay. Then compute income of this property chargeable in the hands of Mr. രാമൻ. സോ രാമന്റെ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. സോ കോ ഓൺഡ് പ്രോപ്പർട്ടി നമ്മൾ തിയറിയിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ഓരോന്നും 50% ആക്കാൻ നിൽക്കരുത്. കോ ഓൺഡ് പ്രോപ്പർട്ടി എന്ത് ലെറ്റ് ഔട്ട് ആണെങ്കിൽ എന്താണ്? കോ ഓണർഷിപ്പ് ഇല്ല എന്ന രീതിയിൽ ഫുള്ള് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? എത്രയാണോ അവരുടെ കോ ഓണർഷിപ്പ് ഷെയർ എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി. ക്ലിയർ അല്ലേ? സോ അങ്ങനെ ചെയ്യുള്ളൂ. ഓരോന്നും അതിന്റെ പെർസെന്റേജ് ആയിട്ട് കുറയ്ക്കാൻ നിൽക്കരുത്. സോ ഇവിടെ നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളൂ? കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആർക്ക്? രാമന്. അസസ്മെന്റ് ഇയർ 22-23. particulars, then amount rupeesle, amount rupeesle. So first let out property നമ്മൾ എന്ത് ചെയ്യും? മുനിസിപ്പൽ വാല്യൂം ഫെയർ റെന്റും എന്തൊക്കെയാണ്? 1,60,000, 1,50,000. സോ ഇതില് ലോവർ ആണോ ഹയർ ആണോ? ഹയർ. ആണ് 1,60,000 will be compared with standard rent. Standard rent 1,70,000. 1,70,000. 1,70,000. Whichever is less. And they compare it less will be taken as expected rent.
1,60,000. 1,60,000. Then expected rent എന്തുമായിട്ട് കമ്പയർ ചെയ്യും? ആക്ച്വൽ റെന്റ് എത്രയാണ്? 15,000 into എത്രയാണ്? 12. 15,000 into 12, 1,80,000. So compare expected rent and actual rent, whichever is higher. ഇവിടെ എത്രയാണ്? ആക്ച്വൽ റെന്റ് ആണ് ഹയർ. സോ ഗ്രോസ് ആനുവൽ വാല്യൂ എന്തെടുക്കും? ആക്ച്വൽ റെന്റ് എത്രയാണ്? 1,80,000. സോ ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കാം? മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. സോ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഉണ്ടോ? പ്ലസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. ആരാണ് പേ ചെയ്തത്? ആരാണ് പേ ചെയ്തത്? ടെനന്റ് പേ ചെയ്താൽ കുറയ്ക്കുമോ? ഇല്ല. സോ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഇല്ലായിട്ട് കാണിക്കുക. എന്ത് തന്നെ കിട്ടും? ഗ്രോസ് ആനുവൽ വാല്യൂ തന്നെ നെറ്റ് ആനുവൽ വാല്യൂ ആയിട്ട് മാറും. 1,80,000. ദെൻ സോ ഈ നെറ്റ് ആനുവൽ വാല്യൂയിൽ നമുക്ക് എന്ത് ഉണ്ട്? ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. സോ അതിൽ ക്ലോസ് എ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ക്ലോസ് എ 30% into NAV കണ്ടുപിടിക്കുക. എത്ര കിട്ടും? into 30%, 54,000. Then ക്ലോസ് ബിയിൽ എന്താണ്? ഇൻട്രസ്റ്റ്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. സോ the loan of construction of this property jointly taken by so and so. So chargeable by bank is 25,000. Out of which 21,000 has been paid. So interest actually paid ആണോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആണോ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നത്? ഡ്യൂ. സോ അതിൽ 21,000 പേജ് നമ്മളെ തെറ്റിക്കുന്നത്. 21,000 പേജ് ചെയ്താലും നമുക്ക് എത്ര ഡ്യൂ എത്രയാണോ അത് കിട്ടും. ദെൻ എന്താണ്? 21,000 പേ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ്? അവർ നമ്മളെ പീനലൈസ് ചെയ്തു. അൺപെയ്ഡ് ഇൻട്രസ്റ്റിന്റെ പുറത്ത് അവർ എന്ത് ചെയ്തു? ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു. സോ 25,000 വേണ്ടടുത്ത് 21,000 പേ ചെയ്തു. ആ 4,000ത്തിന്റെ പുറത്ത് എന്ത് ചെയ്തു? ഒരു 450 രൂപ എക്സ്ട്രാ ചാർജ് ചെയ്തു. അത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുമോ? ഇല്ല. ബിക്കോസ് അത് നമ്മളെ പീനലൈസ് ചെയ്താണ്. എന്താണ്? റൈറ്റ് ടൈമിൽ പേ ചെയ്യാത്തതുകൊണ്ട് ഓൾറെഡി ഡിഡക്ഷൻ നമ്മൾ എടുത്തു, ബട്ട് പേ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മളെ പീനലൈസ് ചെയ്താണ്. അത് കിട്ടില്ല. ദെൻ അതുകൂടെ എന്താണ്? ഈ പറയുന്ന ഓൾഡ് ലോൺ പേ ഔട്ട് ചെയ്യാനായിട്ട് പുതിയൊരു ലോൺ എടുത്തു. അതിന്റെ പുറത്ത് എത്ര ഇൻട്രസ്റ്റ് അടച്ചു? 5,000. അത് കിട്ടുമോ? കിട്ടും അല്ലെ? സോ എന്ത് മാത്രമേ ഉള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ അൺപെയ്ഡ് ഇൻട്രസ്റ്റ് പോർഷൻ. ദാറ്റ് മീൻസ് നമ്മളെ പീനലൈസ് ചെയ്ത ഇൻട്രസ്റ്റ് കിട്ടില്ല. നമുക്ക് ആദ്യത്തെ ഇൻട്രസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ആക്ച്വൽ ലോൺ അല്ലെങ്കിൽ ലോൺ 1 എത്രയാണ്? entire 25,000 will be allowed as deduction. Then ലോൺ 1 റീപേയ്മെന്റ് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് പീനലൈസ് ചെയ്ത ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടൂല. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഫ്രഷ് ലോൺ ദാറ്റ് മീൻസ് ആ ലോൺ റീപേ ചെയ്യാനായിട്ട് പുതിയ ലോൺ എടുത്താൽ അതിന്റെ പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയ 5,000 will be allowed as deduction. That means total എത്ര വരും? 25 plus 5 30 plus 54 84,000 will be allowed as deduction. So 1,80,000 നിന്ന് എന്ത് കുറയ്ക്കാം? നമുക്ക് 84,000 കുറയ്ക്കാം. എന്ത് കിട്ടും? ആൻസർ 96,000 will be income from house property. അല്ലെ? സോ entire 96,000 ആണ് എന്ത്? ഹൗസ് പ്രോപ്പർട്ടി ഇൻകം. പക്ഷെ നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇത് എന്ത് ടൈപ്പ് ഓഫ് ഹോൾഡിംഗ് ആണ്? കോ ഓണർഷിപ്പ് ആണ്. സോ എത്ര പേഴ്സെന്റ് ആണ് കോ ഓണർഷിപ്പിൽ ഇയാൾക്ക് വരുന്നത്? ഷെയർ എത്രയാണ്? ഷെയർ ഓഫ് രാമൻ എത്രയാണ്? രാമന്റെ ഷെയർ വരുന്നത് 50% അല്ലെ? 50%. ദാറ്റ് മീൻസ് 96,000 50% എത്ര കിട്ടും? 48,000 ആയിരിക്കും ഈ രാമൻ എന്ന് പറയുന്ന ആളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സോ ഓണർഷിപ്പില് ലെറ്റ് ഔട്ട് ആണെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് അതർവൈസ് എന്താണ്? ഇതെല്ലാം 50% ആക്കിയിരിക്കേണ്ടി വരും. ടൈം കൺസംഷൻ ആണ്. സോ ഓണർഷിപ്പിന്റെ കേസിൽ ലെറ്റ് ഔട്ട് ആണെങ്കിൽ നമ്മൾ ഫുള്ള് കണ്ടുപിടിക്കുക. ദെൻ ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യാം? ആ ഓണർഷിപ്പിന്റെ ഷെയറിന്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിച്ചു. ദാറ്റ് മീൻസ് രണ്ടുപേർക്കുള്ളത് ഓണർഷിപ്പ് ഈക്വൽ ഷെയർ ആണ്. ദാറ്റ് മീൻസ് 50% ആണ് രാമന്റെ ഷെയർ.
96,000 48,000 will be treated as income from house property for Raman. Clear or no? Yes, sir. Yes, sir. Then next question. Mr. X owns one residential house in Mumbai. The house is having two identical units. First unit of house is self-occupied and by Mr. X, and other unit is rented for 8,000 per month. So, endana? Partly let out partly self-occupied ആണ്. എന്തിന്റെ ബേസിസിലാണ്? ടൈമിന്റെ ബേസിസിലല്ല, ഏരിയയുടെ ബേസിസിലാണ്. Okay. The rented unit was vacant for 2 months during this year. Particulars are shown for particulars on the standard rent, municipal valuation, fair rent, municipal tax paid by Mr. X, light and water charges, interest on borrowed capital, lease money, insurance charges, repairs. Then angananengil compute income from house property. Okay, so question clearly. Yes, Computation of income from house property. Assessment year 22-23. So ഇവിടെ എന്താണ്? Partly let out, partly self-occupied ആണ്. എന്തിന്റെ ബേസിസിലാണ്? ഏരിയയുടെ ബേസിസിലാണ്. ഏരിയയുടെ ബേസിസിലാണ്. So നമുക്ക് ആദ്യം particulars, amount in rupees. So ആദ്യം self-occupied portion കണ്ടുപിടിക്കാം. self-occupied portion. So self-occupied portionല് annual value എത്രയാണ്? annual value എത്രയാണ് self-occupied portionല്? ഇല്ലല്ലേ? അല്ലേ? Yes, sir. Then self-occupied property നമുക്ക് എന്ത് മാത്രമാണ് കിട്ടുന്നത്? interest on borrowed capital, അല്ലേ? less deduction under section 24 clause B. interest ഇവിടെ എത്രയുണ്ട്? total interest on borrowed capital 1,500 per month. So that means yearly എത്ര കിട്ടും? 1,500 into 9. Sorry, 1,900 into 12. 18,000. So total interest 18,000. So ഇതില് എത്ര 18,000 എത്ര പോർഷൻ ഏരിയയിൽ എത്ര പെർസെന്റേജ് ആണ് സെൽഫ് ഓക്യുപ്പൈഡ്? 2 identical units. That means 50% self-occupied property, 50% ഏതാണ്? let out property. അല്ലേ? ക്ലിയർ അല്ലേ? Yes, sir. So 18,000 എത്ര പെർസെന്റേജ് കിട്ടും ഡിഡക്ഷൻ ആയിട്ട്? 50%. That means 9,000. So നമുക്ക് എന്ത് കിട്ടി? loss from self-occupied portion. So loss അല്ലെങ്കിൽ loss നമ്മൾക്ക് ഇവിടെ എന്തായിട്ട് കാണിക്കാം? 9,000. Then next one. ഇനി എന്താണ്? let out portion. let out portion എന്നുള്ള ഇൻകം കണ്ടുപിടിക്കാൻ പോവാണ്. സോ അവിടെ എന്താണ്? സ്റ്റാൻഡേർഡ് റെന്റ്, മുനിസിപ്പൽ വാല്യൂഷൻ, ഫെയർ റെന്റ്. സോ മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റും കൂടെ ആദ്യം എന്താണ്? മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റും കൂടെ കമ്പയർ ചെയ്യാം. മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റ്. സോ ഫുൾ ഉണ്ടോ? മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റ് ഫുൾ ഉണ്ടോ? സോ എൻറ്റയർ ബിൽഡിങ്ങിനാണ് നമുക്ക് മുനിസിപ്പൽ വാല്യുവേഷൻ തന്നിരിക്കുന്നത്. സോ പർട്ടിക്കുലേഴ്സ് ഫോർ ദ ഹൗസ്. സോ ആ രണ്ട് ഈക്വൽ ഐഡന്റിക്കൽ യൂണിറ്റ്സ് ഉള്ള ആ ഹൗസിന്റെ ടോട്ടൽ പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ വാല്യുവേഷൻ ആണ് തന്നിരിക്കുന്നത്. എത്ര? മുനിസിപ്പൽ വാല്യുവേഷൻ 1,90,000. ദാറ്റ് മീൻസ് പകുതി എത്ര വരും? 95,000. ഫെയർ റെന്റോ? 1,85,000 പകുതി എത്ര വരും?
92,500 ഇതില് higher. That means 95,000 എന്തുമായിട്ട് കമ്പയർ ചെയ്യും? ഫുൾ സ്റ്റാൻഡേർഡ് റെന്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 1,62,000. That means സ്റ്റാൻഡേർഡ് റെന്റ് എത്രയേ വരത്തുള്ളൂ? പകുതി, 81,000. സോ ഇതില് ലോവർ. സോ ദാറ്റ് മീൻസ് എക്സ്പെക്ടഡ് റെന്റ് എത്ര വരും? എക്സ്പെക്ടഡ് റെന്റ് വിൽ ബി 81,000. Then റെന്റിന് കൊടുത്തിരിക്കുന്ന എത്രയ്ക്കാണ്? 8,000 per month. 8,000 per month. So that means actual rent എത്ര വരും? Actual rent 8,000 into 12, 96,000. So ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും actual rent 96,000. Rent was the rented unit was vacant for 2 months. Okay, so that means actual rent കണ്ടുപിടിക്കുമ്പോൾ rent received or receivable ആയിട്ടുള്ള 96,000 no. So 2 months കിടക്കുന്ന കാരണം നമുക്ക് ഒറ്റയടിക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. ഇതാണ് ആക്ച്വൽ റെന്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. സോ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ. ഓക്കെ, റിസീവ്ഡ് ഓർ റിസീവബിൾസ് വരും 96,000. സോ ഇതിൽ നിന്ന് എത്ര കുറയ്ക്കാം? അൺറിയലൈസ്ഡ് റെന്റ്. അൺറിയലൈസ്ഡ് റെന്റ് എത്ര കുറയ്ക്കാം? എത്രയാണ്? 2 മാസത്തെ റെന്റ് എത്രയാണ്? 16,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ആക്ച്വൽ റെന്റ് അല്ലെ? 80,000. സോ എക്സ്പെക്ടഡ് റെന്റ് 81,000, ആക്ച്വൽ റെന്റ് 80,000. സോ ഇവിടെ നോക്കാം, ആക്ച്വൽ റെന്റ് ഈസ് ലെസ് ഡ്യൂ ടു വേക്കൻസി ആണോ? സോ വേക്കൻസി ഇല്ലായിരുന്നെങ്കിൽ ആക്ച്വൽ റെന്റ് 96,000 വരുമായിരുന്നു. ലെസ് ഡ്യൂ ടു വേക്കൻസി. സോ എന്തെടുക്കണം എക്സ്പെക്ടഡ് റെന്റ് ആയിട്ട്? സോറി, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് ആക്ച്വൽ റെന്റ് എടുക്കണം. എത്രയാണ്? 80,000. 80,000 ലെസ് മുനിസിപ്പൽ ടാക്സ്. എത്രയാണ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്? മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ മിസ്റ്റർ എക്സ്. ദാറ്റ് മീൻസ് ഓണർ ആണ്. 15% ഓഫ് മുനിസിപ്പൽ വാല്യൂ. സോ മുനിസിപ്പൽ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 95 ആണ്, ടോട്ടൽ അല്ല. എന്താണ് ലെറ്റ് ഔട്ട് പോർഷന്റെ മുനിസിപ്പൽ വാല്യൂ 95,000ന്റെ 15% ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 95,000 into 15%. 95,000 into 15%. കിട്ടും 14,250. ready? 65,750 ആണ് net annual value. So less deduction under section 24. So clause A 30%. Clause A 30% into 65,750. Then clause B interest. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ മുനിസിപ്പൽ ലൈറ്റ് ആൻഡ് വാട്ടർ ചാർജസ്. ലൈറ്റ് ആൻഡ് വാട്ടർ ചാർജസ്, then lease money, insurance charges, repairs. So ഇതൊക്കെ എടുക്കുവോ? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. സോ 24 സെക്ഷൻ 24 ക്ലോസ് എ എന്ന് പറഞ്ഞ് നെറ്റ് ആനുവൽ വാല്യൂ എത്രയാണോ അതിന്റെ ഫ്ലാറ്റ് 30% ഡിഡക്ഷൻ ആയിട്ട് തന്നേക്കുവാ. ദെൻ പിന്നെ ഒന്നും പറഞ്ഞു അതിന് ഇൻഷുറൻസ് പേ ചെയ്തു, അതിന് റിപ്പയർസ് ഉണ്ട്, അതിന് ലീസ് മണി ഉണ്ട്, ഒന്നും തന്നെ എന്താണ് തരത്തില്ല. ഫ്ലാറ്റ് എന്ത് തന്നു കഴിഞ്ഞു? 30% തന്നു കഴിഞ്ഞു. ഇനി വേറെ എക്സ്പെൻഡിച്ചർ വന്ന് പറഞ്ഞു വരരുത്. അവിടെ റിപ്പയർസ് ചെയ്തു, അല്ലെങ്കിൽ ഓട് മാറ്റി, അത് ഇത് പെയിന്റ് അടിച്ചു, അങ്ങനെയുള്ള ഒന്നും എന്തിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല. ഓൾറെഡി ഫ്ലാറ്റ് 30%. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ആനുവൽ റെന്റ് കളക്ട് ചെയ്യുന്നുണ്ടോ അതിന്റെ ആനുവൽ റെന്റ് നെറ്റ് ആനുവൽ വാല്യൂവിന്റെ 30% അലൗഡ് ആസ് ഡിഡക്ഷൻ. ഇനി വേറെ എക്സ്പെൻഡിച്ചർ ഉണ്ട് എന്ന് പറഞ്ഞു വരരുത്, തരത്തില്ല. ഓക്കെ അല്ലേ? സോ ഓൾറെഡി നമുക്ക് കണ്ടുപിടിച്ചായിരുന്നു 18,000 ആയിരുന്നു വന്ന്. ഓൾറെഡി 9,000 ലെറ്റ് ഔട്ട് സെൽഫ് ഓക്യുപ്പൈഡ് എടുത്തു. റിമൈനിങ് 9,000 എവിടെ കിട്ടും? ഇവിടെ കിട്ടും.
9,000. So 30% of 65 750 into 30%. 30. 19,725. So 9,000 would add 28,725. Okay. So the net HP income from let out property 65,750 minus 28,725. Then 37,025. Already loss നമുക്ക് എത്ര ഉണ്ട്? ഒരു 9,000 ഉണ്ട്. So 37,025 നിന്ന് 9,000 കുറയ്ക്കാം. 37,025 നിന്ന് 9,000 കുറച്ചാൽ എത്ര കിട്ടും? ആൻസർ HP income. Total HP income for the previous year. HP income for the previous year എത്ര വരും? 28,025. 28,025. So remaining നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാം. Okay, thank you.